അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അല്പസമയം നമുക്കൊക്കെയും ഉപകരിക്കുന്ന, നമ്മുടെ വീട്ടിലേക്കും ബറക്കത്ത് ലഭിക്കുന്ന കുറെ കാര്യങ്ങളാണ് അബൂ സിനാൻ ഉസ്താദ് ഖുർആനിക വചനങ്ങളിലൂടെ അറിയിച്ചത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെയും നമുക്കറിയാം, ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരാണ് നമ്മളൊക്കെയും. പക്ഷേ ഇങ്ങനെ ഖുർആനിക വചനങ്ങളിലൂടെ ഒരുപാട് ബറക്കത്തുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ചില ആയത്തുകൾ എഴുതി വെച്ച് ചിലത് നമ്മൾ ദിവസം ചൊല്ലല് പതിവാക്കി പലതും നമുക്ക് സാധിക്കും. പക്ഷെ നമ്മളിൽ നല്ലൊരു വിഭാഗം സാധാരണക്കാര്, ഞാനൊരു അനുഭവം പറയാണ്, അവർ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ വിഷമോ പ്രയാസമോ വരുമ്പോഴേക്ക് വേറെന്തൊക്കെയോ ചികിത്സാ രീതിയിലേക്ക് മാറുന്നത് കാണാം. കൂട്ടത്തിൽ അവസാനം ഇത്തരം ഇസ്ലാമികമായ ചികിത്സകളൊക്കെയും ഒഴിവാക്കി പലപ്പോഴും എത്രയോ സാധാരണക്കാർ വളരെ അനിസ്ലാമികമായി ഒരു നിലക്കും ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത പല വിഷയത്തിലേക്കും നീങ്ങിപ്പോകുന്നതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, ഗൾഫുകാര്, നമ്മളൊക്കെ എന്തെങ്കിലൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലുള്ള ഭാര്യക്ക് വിളിച്ചു പറയും, ഞാൻ ഇങ്ങനെ കുറച്ച് വിഷമത്തിലാണ്, ഇവിടെ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ജിന്നാൽ ഇന്നത്തൊക്കെ പോവണം. നല്ല കാര്യപ്പെട്ട ഉസ്താദന്മാര്, തങ്ങന്മാര്, അഹ്ലു ബൈത്ത് പത്തവരക്കും പോവുക, ഓക്കെ. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ചില തെറ്റായ ചിന്ത കാരണം, ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തിലെ കുറവ് കാരണം ഒരു ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ ഒരു കാര്യം പറഞ്ഞു തന്നു, നമ്മളത് വേണോ വേണ്ടേച്ചിട്ട് ചെയ്തു, അതിന്റെ പേരിൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കാതിരിക്കാം. എന്നിട്ട് അവസാനം നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ഇപ്പൊ എനിക്കൊരു നല്ലൊരു പ്രതീക്ഷയുണ്ട്, ഈ ക്ലാസ് റൂമിൽ നമ്മുടെ ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? ചിലപ്പം നമ്മളെ KMICയുടെ മെയിൻ റൂമിലൊക്കെയും നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇസ്ലാമികമായ ചില വിഷയങ്ങൾ പറയുമ്പോൾ ഓൺലൈനിലാണ്, ആരൊക്കെയാണ് ക്ലാസ് റൂമിൽ കയറി വരികയാണെന്നും നമുക്കറിയില്ലല്ലോ. യാദൃശികമായി അതിന്റെ മാക്കബിലും മാബായതൊന്നും കേൾക്കാത്തവര് ഇവരൊക്കെ ഇങ്ങനെ വർഗീയത വിളിച്ചു പറയുകയാണെന്ന് ചിലപ്പം തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറയുകയാണ്, ഇതൊന്നും വർഗീയതയല്ല. എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരോടാ പറഞ്ഞത്. ചില ഗൾഫുകാരുടെ ഭാര്യന്മാര് വീട്ടിലെ വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടി ഓരോ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്ന വിവരങ്ങൾ അറിയുമ്പോ, ഇന്നലെ ഞാനൊരു സ്ഥലത്തേക്ക് ക്ലാസ്സിന് പോകുമ്പോ എനിക്ക് ഒരു മന കാണിച്ചു തന്നു എന്റെ ഡ്രൈവർ. ഞാൻ ആദ്യമായി, ഞാനത് പറഞ്ഞല്ലോ, ഞാൻ ആ ബൈക്ക് ആദ്യമായി പുതിയ സ്ഥലത്തേക്ക് ക്ലാസ്സിന് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നു. അതൊരു ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ്. ശത്രു സംഹാരം, നിങ്ങൾക്ക് പല ചികിത്സകൾ, നമ്മളെ പറയുന്ന ഈ സിഹറും ഒരയ്ക്ക് ഒഴിവാക്കലും, അങ്ങനെ പല ചികിത്സകൾ ഹൈന്ദവ സംസ്കാരപ്രകാരമാണ്. എന്നിട്ട് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചില ദിവസങ്ങളിലൊക്കെ ഈ വഴിക്ക് പോകുമ്പോ നല്ല അബായയും മുഖമക്കനെയും ധരിച്ച ഇഷ്ടംപോലെ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, ഇതിങ്ങനെ ഒരു അറിയപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ്, നമ്മുടെ കൗമാണ് ഇവിടെ അധികം ഉണ്ടാവാറുള്ളത്, നമ്മുടെ കൗമാണ് ഇവിടെ അധികം ഉണ്ടാവാറുള്ളത്. എന്റെ പ്രിയപ്പെട്ടവർ നല്ലോണം ശ്രദ്ധിക്കണം. ചിലപ്പം ചില ചികിത്സകളെ കൊണ്ട് നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ മഹാന്മാരൊക്കെ പറഞ്ഞു തരുന്ന ചില ചികിത്സകളെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഫലം കണ്ടില്ല എന്ന് വന്നേക്കാം. അതും ഒരു പരീക്ഷണമായിരിക്കാം. എനിക്കിന്നലെ എന്റെ ആ സുഹൃത്ത് അത് വിശദീകരിച്ചപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു, അവിടെ എന്തൊക്കെയോ നടക്കുന്നു, നിങ്ങൾ അറിയുമോ? ഞാനിപ്പോ നമ്മളൊരു പ്രൈവറ്റ് റൂമിന്റെ ഒരു ലുക്ക് ആയതുകൊണ്ട് പറയാണ്. കാരണം ഞാൻ നമ്മുടെ KMICയുടെ മെയിൻ റൂമിലൊക്കെ ഇത് പറയുമ്പോ ചിലപ്പം ബേജാറാവാറുണ്ട്. ബേജാറൊന്നുമില്ല, നമ്മുടെ ആശയം നമുക്ക് പറയാം. എങ്കിലും ഒരു പൊതു റൂം എന്ന നിലക്ക് നമ്മളായിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് അറിയിക്കേണ്ട ചിത്താണ്.
എന്നോട് അറിയപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞത്, നമ്മുടെ ചില സഹോദരിമാര് ചില പൈശാചികമായ ചികിത്സക്ക് വേണ്ടി ചില ഹൈന്ദവ സുഹൃത്തുക്കളുടെ അടുക്ക ചെല്ലുമ്പോ അവർ കൽപ്പിക്കുന്നത് എന്താണെന്നറിയുമോ നിങ്ങൾ? ഇത് നടക്കുന്ന വിവരം ചിലപ്പം സ്വന്തം ഉപ്പയും കുടുംബക്കാരും അറിയുന്നില്ല. ഞാൻ അബൂ സിനാൻ ഉസ്താദ് വീട്ടിൽ ബറക്കത്തുണ്ടാവാന്, കൃഷിയിൽ ബറക്കത്തുണ്ടാവാനൊക്കെ ചില ആയത്തുകൾ എഴുതി വെക്കുന്നതും ചെല്ലുന്നതും പറഞ്ഞപ്പോ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇത് KMIC ഒരു ക്ലാസ് എന്ന നിനക്ക് കുറെ എങ്ങനെ പറയല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ KMIC പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മുറയ്യാനോടോ അല്ലെങ്കിൽ അബൂ സിനാൻ ഉസ്താദിന്റെ ഭാര്യനോടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് റൂമിൽ സമയം ചെലവഴിച്ചതൊക്കെയും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനാണ്. ഇന്നത്തെ കാര്യതോ ഞാൻ എന്തോ അരിഞ്ഞ സംഭവം പറയാൻ, നഗ്നപൂജ എന്നൊരു പൂജ നടത്തുന്നത്. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ പെൺകുട്ടികളേറ്റ് എന്തോ പൈശാചികമായ അസ്വസ്ഥത കാണുമ്പോ അവർ ചെല്ലുമ്പോ ഈ ഹൈന്ദവ സുഹൃത്തുക്കൾ പറയുന്നത് എന്താ? നഗ്നപൂജ നടത്തണമെന്നാണ്. ഇത് ഉള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. ഉണ്ടായ ഒരാള് പറഞ്ഞതാണ്. ആ പോയ വ്യക്തികൾ മറ്റൊരു ഉസ്താദിനോട് പറഞ്ഞത് രേഖാമൂലം സനത് പ്രകാരം എന്നോട് പറഞ്ഞു, സാദിഖ് ഉസ്താദ് ഇങ്ങനെയൊക്കെ ഈ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരല്ലേ, ഇതൊക്കെ ഈ ഗൾഫുകാരുടെ ഭാര്യമാർക്കാണ് അധികത സംഭവിക്കുന്നത്. ശ്രദ്ധ വരും അവനവന്റെ ഭാര്യന്മാർ ഏത് വഴിക്കാണ് ഈ ചികിത്സക്ക് പോകുന്നത്. ഞാൻ ഇന്നലെ അങ്ങനെ പല സ്ഥലത്തും, ഇപ്പൊ ഞങ്ങൾ ഈ മേയത്തൂർ എന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലൂരിനൊക്കെ അറിയാം ഒരു സ്ഥലം. അവിടൊക്കെ അധികം കാണുന്നത് നമ്മുടെ സഹോദരിമാരെയാണ്. സ്ഥലം ചോദിക്കുന്നത് എന്താ? നമ്മുടെ സഹോദരിമാരെയാണ് ഈ കാണുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ. എന്നിട്ട് അവര് നഗ്നപൂജ എന്നൊരു പൂജ നടത്തുന്നത് വരെ. എന്താ ഈ നഗ്നപൂജ എന്ന് പറഞ്ഞാൽ, നമ്മളെ ഒരു പെൺകുട്ടിയെ താൻ ചെന്നാല് ആ പെൺകുട്ടിയെ പൂർണ്ണമായും നഗ്നമാക്കി ചന്ദനപ്പടി തിരുത്തുകയാണ്. അത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അടുത്തുണ്ടായ സംഭവം കേൾക്കണം നിങ്ങൾ. ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരന് കുട്ടികളില്ല, മക്കളുണ്ടായില്ല. ഓ പല സ്ഥലത്തും കേരി ഇറങ്ങി. അവനോട് പിന്നെ ആരോ പറഞ്ഞു, ഏതോ ഒരു പാമ്പ് മതം തത്ര, പാമ്പ് മതം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ഹൈന്ദവരുടെ ചില സ്ഥലങ്ങൾ, പാമ്പ് മതം. അവിടെ പോയിട്ട് ഉരുളാൻ പറഞ്ഞത്ര. പാമ്പ് മത അമ്പലത്തിൽ പോയിട്ട് അവരെ അമ്പലത്തിന്റെ മുമ്പിൽ മുറ്റത്ത് കടന്ന് ഉരുളാൻ പറഞ്ഞത്ര. അത് അള്ളാന്റെ ഒരു പരീക്ഷനായിരിക്കാം. ഓനങ്ങനെ പോയി ഉരുണ്ടു. 5-6 മാസം കൊണ്ട് ഓന്റെ ഭാര്യ ഗർഭവതിയായി. അള്ള ഓരോരുത്തരെ പരീക്ഷിക്കാൻ, അത് സത്യാണെന്ന് ഓന്റെ ഈമാൻ അവർക്ക് ഹിദായത്തില്ലാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കാം. അവന്റെ 5-6 മാസം അവന്റെ ഭാര്യ ഗർഭവതിയായി. അങ്ങനെ ആ ഗർഭം പ്രസവിച്ച് ആ കുഞ്ഞിനൊരു വയസ്സായതിന്റെ ശേഷം ഇവനും ഇവന്റെ ഭാര്യയും ഈ കുഞ്ഞും പോയി, ഈ കുഞ്ഞുമ്പാണ് ഈ പൈതലിനും കൂട്ടിയിട്ട് ഈ പാമ്പ് മതത്തിൽ പോയിട്ട് ഉരുളുകയാണ്. നമ്മുടെ കൗമിന്റെ ഒരു അവസ്ഥയാണിത്. ഈ കണ്ടത്തിലെ പത്രങ്ങളിലേക്കും ഗുരുവായൂരിലേക്കും തുലാഭാരം നടത്തിയത്, മുസ്ലിമീങ്ങൾ തുലാഭാരം നടത്തുക. എന്താ നമുക്ക് ഈമാൻ കിട്ടി മരിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എന്റെ സാധാരണക്കാരായ ഗൾഫുകാരോടാ പറഞ്ഞത്, വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെയും നമുക്ക് സംഭവിക്കും. പക്ഷെ ആ സമയത്തൊക്കെയും ഇസ്ലാമികമായ ഒരു ചികിത്സാ രീതിയിലേക്ക് ഞാൻ പ്രവേശിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദിവസേന ബറക്കത്ത് ലഭിക്കുന്ന ചില കാര്യങ്ങൾ ചൊല്ലിപ്പോരുക. ഇത് പറയുമ്പോ ചിലര് തിരിയാപ്പുഴപ്പോഴേക്കും മണലടിപ്പിക്കാറുണ്ട്. ചിലര് ഇങ്ങനത്തെ ഇസ്ലാമികമായ ചില ആയത്തും ഹദീസും പറഞ്ഞു വെക്കുമ്പോ തിരിയാപ്പുഴപ്പോഴേക്കും ഇങ്ങനത്തെ മണലടിപ്പിക്കുക. തിരിയാപ്പുഴയിൽ ഇഷ്ടം പോലെ മണലുണ്ട്, പിന്നെ അങ്ങനത്തെ മണലടിക്കണ്ട, അങ്ങക്ക് തിരിഞ്ഞില്ല. എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. സാറേ ഞങ്ങൾ 40 അല്ല 40 സലാത്ത് ചൊല്ലി കണക്കില്ല. ഇനി എന്തപ്പ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ
ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. 1000 യാസീൻ ഓതിച്ച് നമുക്ക് ഫലം കാണാഞ്ഞത് 4444 സ്വലാത്തെല്ലീറ്റ് എന്തേ നമുക്ക് ഫലം കാണാഞ്ഞത്? നമ്മൾ ചൊല്ലിയ സ്വലാത്തായിട്ടുണ്ടോ എന്ന് ആലോചിക്കാൻറ്റാ. അത് നമ്മളെ തജ്വീദിന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു വിഷയ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലാന് ചെല്ലുന്ന എത്ര ആൾക്കാരുണ്ട്? ഇത് സലാത്ത സ്വാദുച്ചരിക്കേണ്ടത് സീനുച്ചരിക്കുന്ന ആൾക്കാരില്ലേ? ഇത് കിട്ടില്ല. നോക്കിങ്ങള് പിഞ്ഞാടിക്കുക 19 ഷർത്ത് ഉണ്ടായിരുന്നു. 19 ഷർത്ത്. ഈ 19 ഷർത്ത് ഒപ്പിച്ച് ആരാ പോലെ പിഞ്ഞാനായിരുന്നോല്? ചില്ലറ വിഷയ. ഏത് ചികിത്സക്കും നമ്മളെ ഭൗതികമായ ചികിത്സ ആയാലും ആത്മീയ ഖസീനത്തുൽ അസ്റാർ പോലത്തെ കിതാബ് നോക്കിയാൽ കാണാം. ചിലര് പരീക്ഷണാർത്ഥം ചെയ്യും. നമുക്കൊന്ന് നോക്കുക, നമുക്കൊന്ന് ചികിത്സ നോക്കുക, നമുക്ക് ഞാനും കുറിച്ചോക്കുക. ഈ കുറിച്ചോക്കുക ഒരു തെജിരിബത്ത് അല്ലെ, അതിന് അറബി പറയാം തെജിരിബത്ത്, ഒരു പരീക്ഷിക്കല്, ഒരു പരീക്ഷണാർത്ഥം നമ്മളൊരു ഇസ്ലാമികമായ ചികിത്സ ചെയ്താൽ അതിന് ഫലം കിട്ടൂല. അതുപോലെ തന്നെ നമുക്കതിലൊരു ഷെക്ക്, അതിലൊക്കെ ഇപ്പൊ എന്താ കാര്യം, അങ്ങനെയൊക്കെ ഇപ്പൊ എത്ര ഐക്കല്ലായി കെട്ടുന്നു എന്നുള്ളൊരു ഷെക്ക് നമ്മളെ പാണക്കാട് പൂക്കോയ തങ്ങൾ പാവ, അല്ലാഹു അവരത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അല്ലെ. നമ്മുടെ SYSന്റെ ഒക്കെയും മുൻകാല നേതാക്കന്മാരിൽപ്പെട്ട കേരളത്തിലെ സാദാത്യങ്ങളിൽ അറിയപ്പെട്ട മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ പാവ. പൂക്കോയ തങ്ങൾ പാവാന്റെ ഐക്കല്ല് കണ്ടോല ആരെങ്കിലും എന്താണാവോ? ആരെങ്കിലും ഇതില് നമ്മളെ മെഹബൂബ് അലി ഹാജിക്കൊക്കെ ആരെങ്കിലും കണ്ടോ എന്താണാവോ? നമുക്കൊരു വിശ്വാസം വരൂല. ഒരു കടലാസിൽ ഒരു കുറ്റിവലെ, ഒരു കടലാസ് കെട്ടിങ്ങാണ്ട് ഒരു കുറ്റിവല, ഇത് കൊണ്ടുപോയി കെട്ടിക്കോനാണ്, ഇത് കൊണ്ടുപോയി കെട്ടിക്കോനാന്ന് പറയാം, അത്രേ പറയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരാൾക്ക് പൂക്കോയ തങ്ങൾ പാവ ഐക്കല്ല് കൊടുത്ത, ഞാനിത് കാരണവന്മാര് പറഞ്ഞു കേട്ട ഒരു സംഭവമാണ്. ഒരാള് വന്ന ഒരു സംഭവം പറഞ്ഞു, ഒരു ഐക്കല്ല് എഴുതി കൊടുത്തു. പക്ഷെ ഈ ഐക്കല്ല് എഴുതിയ കോലം കണ്ടപ്പോ ഈ വ്യക്തിക്കതെന്തായില്ല, അതിന് മനസ്സ് പൊതിച്ചില്ല. ഇതിപ്പോ എന്താന്ന് ചോദിച്ചു. അപ്പൊ തങ്ങൾ പാവ എന്താക്കിയത്ര, ഈ ഐക്കല്ല് ഒരു ആദിന് കെട്ടിക്കൊടുത്തത്ര, ഒരു ആദിന് കെട്ടിക്കൊടുത്തു. എന്നിട്ട് ആദിനെ വെടിവെക്കാൻ പറഞ്ഞു. ആ വെടി കൊണ്ടില്ലാൻ. അപ്പൊ ഇയാള് പറഞ്ഞത്ര, ആര് പറഞ്ഞത്രേ, ഈ ഐക്കല്ല് വാങ്ങാൻ വന്നാൽ എന്നാ തങ്ങൾ പാവ ഐക്കല്ലിക്കുവാനെന്ന്, ഇനി എനിക്ക് ഐക്കല്ലേറ്റ് കാര്യമില്ല എന്നാത്രേ. അപ്പൊ വിശ്വാസാണ്. നമ്മളെ വീരാനൗലിയ പാപ്പാനെ പറ്റി ഞാനൊന്ന് കേട്ടിട്ടുണ്ട്. വീരാനൗലിയ പാപ്പ ഒരാൾ ചെന്നിട്ട് വയറ്റും നോക്കാണ് എന്ന് പറഞ്ഞത്രേ, വയറ്റും നോക്കാണ് പറഞ്ഞ ആളോട് പറഞ്ഞത്രേ ആമനക്കന്ന് കുടിക്കാൻ പറഞ്ഞത്രേ. എങ്ങനെ എന്താവും? അയാൾക്ക് എല്ലാം തന്നെ വയറ്റും നോക്കാം. ഈ വയറ്റും നോക്കുള്ള ആളിഞ്ഞ് ആമനക്കന്നും പറഞ്ഞ കുറിച്ച എന്താവും കോലം? അയാളോട് ആമനക്കന്ന് കുടിക്കാൻ പറഞ്ഞു. പനിയുള്ള ഒരാള് വീരാനൗലിയ പാപ്പാനോട് ചെന്നിട്ട് എന്തോ പറഞ്ഞത്ര, എനിക്ക് പനിയാണ്. അദ്ദേഹത്തോട് മോര് കുടിക്കാൻ പറഞ്ഞു. പനിക്കുന്ന ആൾക്കും മോര് പറ്റൂല എന്നാണ്. ആമനക്കണ്ണ വയറിളകുന്ന സംഗതിയാണ്. ആമനക്കണ്ണ കുറിച്ചാൽ കൂടുതൽ വയറിളകുക. പക്ഷെ ആമനക്കണ്ണ കുറിച്ചാൻ പറഞ്ഞ ആള് ആമനക്കണ്ണ കുറിച്ച് അയാളെ രോഗം മാറി, മറ്റേ ആളെ രോഗം മാറിയില്ല എന്നാണ്. അപ്പൊ നമുക്കൊരു മഹാന്മാര് ഒരു ചികിത്സ പറഞ്ഞു തരുമ്പോ അതിൽ വിശ്വാസാണ്. ആ വിശ്വാസല്ലേ ആ ചികിത്സ ഫലിക്കൂല. അപ്പൊ ഞാൻ ഗിഞ്ഞാലിന്റെ ഉസ്താദിന്റെ അടുത്ത് പോയൊക്കെ ആർക്ക് ഞങ്ങൾ കുറെ പോയി ഉസ്താദെ, അതുകൊണ്ടൊന്നും ഭേദം കിട്ടിയില്ല എന്ന് പറയുന്ന നല്ലൊരു വിഭാഗം സാധാരണക്കാര് അവസാനം ഞാൻ പറയുന്നത് പോലെ അവർ എത്തിപ്പെടുന്നത് പാമ്പ് മതങ്ങളിലേക്കും ഏതൊക്കെയോ മുത്തശ്ശിക്കാവുകളിലേക്കും എത്തിച്ചേരുന്നു. ഇന്നലെ എന്റെ ഒരു യാത്രയിൽ ഒരു അനുഭവം ഒരാൾ വിശദീകരിച്ചപ്പോ
ഞാനതൊന്ന് ഉണർത്തി. അബൂ സിനാൻ ഉസ്താദ് ഖുർആനിന്റെ ചില വചനങ്ങളൊക്കെ ഓതിയാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ബറക്കത്തുകളും കേട്ടപ്പോ പ്രയാസങ്ങളൊക്കെയും നമുക്ക് വന്നേക്കാം. പക്ഷേ അപ്പോഴേക്ക് മറ്റൊരു അനിസ്ലാമികമായ ചികിത്സാ രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവണത ഈമാനിന്റെ കുറവ് കാണിക്ക് അതിന്റെ ക്ലാസ് നമ്മുടെ മഹത്തായ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു സഹോദരി ഇങ്ങനെ കുറെ വിഷമങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കുറെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ പോയ സ്ഥലങ്ങൾ അതിന്റെ ഒരു പതിവാ. അത് ഞാനിപ്പോ അതൊരു മസാല ചോദിക്കാണെങ്കിലും അയാൾ ചോദിച്ചതിന്റെ പുറമെ എന്റെ വക ഒരു ചോദ്യം ചോദിക്കും. കാരണം എനിക്കറിയാത്ത ഒരു സാധാരണക്കാരനാണ് ഇപ്പൊ ഈ ചോദിക്കുന്നത്. അയാൾ ഇതിന്റെ ഈ വശം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിന് മറ്റൊരു വശമുണ്ട്, ആ വശം അധികം ചിന്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയല്ല നിങ്ങൾ അത് ശ്രദ്ധിച്ചു, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന നിലയ്ക്ക് ചികിത്സയും വിഷമങ്ങളൊക്കെ പറയുമ്പോ ഇവരെ എവിടൊക്കെയാണ് എത്തിപ്പെട്ടത്, എന്തൊക്കെയാണ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് എന്നറിയാൻ ചോദിക്കുമ്പോ അങ്ങനെ പോയി പലതും പോയി അവസാനം ഇന്നൊരു സ്ഥലത്ത് പോയി. ഏതൊക്കെ അയാൾ കുഫിരിയത്തായിരിക്കും തകിടേക്ക് കിടക്കുന്നത്. ഈ കുഫിരിയത്തെ ഞാൻ വീഴാണ് ല്ല എന്ന് ഞാൻ മരിക്കുന്ന സമയത്ത് കുഫിരിയത്തും വിധം പറഞ്ഞു മൂലകളും പോലെ നിങ്ങൾ കേൾക്കണം. ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതിനൊരുപാട് ദിക്റുകളും മൗലാദുകളും ഖുർആനിക വചനങ്ങളും നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ അബൂ സിനാൻ ഉസ്താദിന്റെ ക്ലാസ്, ഞാൻ ഉസ്താദ് ക്ലാസ് റൂമിലുണ്ടോന്ന് അറിയില്ല, ഞാൻ മുഖസ്തുതിയൊന്നും പറയല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഒരുപാട് ക്ലാസുകൾ ഖുർആനിന്റെ ഒരുപാട് പ്രത്യേകതകൾ, ഓരോ സൂറത്തുകൾ ഓതിയാൽ അതുകൊണ്ടുള്ള ഗുണം. അപ്പൊ ചിലര് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഓതാൻ കൂട്ടാന്നാ പിന്നെ എപ്പോഴാ ഡ്യൂട്ടിക്ക് പോവുക? അതൊക്കെ വെറുതെ, അതൊക്കെ ഒരു വെറും ബസ്സലാൻ ചെല്ലാനും താല്പര്യമില്ല എന്നതിന്റെ അർത്ഥ. ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ ചെല്ലാക ബാബു സിനാൻ ഇന്ന സൂറത്തോതി എന്ന കൂലി, ഇന്ന സൂറത്തോതി എന്ന കൂലി. അപ്പൊ ഏകദേശം ൂരിയാക്കി വരും, തോന്നല് വരും. ഇതൊക്കെ ജീവിതത്തിൽ فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്ത് അല്ലേ, ബറാഅത്തും മിനല്ലാഹി എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തു തൗബ അവസാനത്തെ ആയത്ത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ മഹത്വങ്ങൾ പറയുന്നത്, അതിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കാൻ നിന്നാൽ 100 വാല്യങ്ങളുള്ള കിതാബ് എഴുതിയാലും ഈ 2 ആയത്ത് ഒരു ദിവസം ഓതിയാലുള്ള മഹത്വം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അങ്ങനത്തെ ചെറിയതെങ്കിലും പകർത്തിക്കൂടെ? അവനൊരു കുതുക്കിൽ കുടുങ്ങൂല, അവനൊരു ഹബസിൽ കുടുങ്ങൂല, അവന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും. അതിന്റെ ഏറ്റവും വലിയ മഹത്വം പറയുന്നത്, ആകാശം പൊലിഞ്ഞു ചാടുന്ന ഒരു മുസീബത്ത് ആകാശത്തിൽ നിന്ന് അന്നത്തെ ദിവസം ഇറങ്ങിയാൽ ഈ ആയത്ത് 7 പ്രാവശ്യം ചൊല്ലിയവൻ ആ മുസീബത്തിൽ കുടുങ്ങില്ല.
അന്നത്തെ ദിവസം അവൻ മരിക്കില്ല എന്നാണ്. ഇത് ചൊല്ലിയ ദിവസം മരിക്കില്ല എന്ന്. അവൻ മരിക്കേണ്ട ദിവസം അത് ചൊല്ലാൻ മറക്കുമെന്നാണ്. ഒന്നുകൂടി, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് ലഖദ്ജാഅക്കും ചൊല്ലിയതിന്റെ പേരിൽ ആരും മരിക്കാതിരിക്കൊന്നുമില്ല. എന്നാ പിന്നെ എല്ലാവരും ലഖദ്ജാഅക്കും ചൊല്ലിയാൽ മതി. അങ്ങനല്ല, ചൊല്ലുന്ന ദിവസം മരിക്കുന്നതാണ്. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്, കിതാബിൽ ഞാൻ കണ്ടിട്ടില്ല. കിതാബിൽ കാണാത്തത് ഞാൻ കണ്ടിട്ടില്ല എന്ന് വ്യക്തമായി പറയും. അതിന്റെ ഉസ്താദുമാരിന്റെ ഒപ്പിയും പഠിപ്പിച്ചെന്നതാ. നമ്മളിങ്ങനെ പറയും പറയ്ക്കും. നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ കിതാബിലുള്ളത് പറയുന്ന ആൾക്കാർ പെട്ടെന്നൊരു വിഷയം പറയുമ്പോ കേൾക്കുന്നവർ കിതാബിൽ എന്തെന്ന് തോന്നിപ്പോവും. ഞാൻ കാര്യപ്പെട്ട ആലിമീങ്ങൾ പറയുന്നത് കേട്ടതാണ്. വലിയൊരു മഹാൻ ജീവിച്ചിരുന്നു, 130 വയസ്സ് വരെ ജീവിച്ചു ഞാൻ, ഒരു കുഴപ്പം കൂടാതെ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ ആ ഷെയ്ഖ് പറഞ്ഞത്രേ, എനിക്ക് അങ്ങയോട് കൂടെ ചേരണം, ഞാൻ മരിക്കണില്ലല്ലോ. ആ സമയത്ത് മഹാനായ ഹബീബ് പറഞ്ഞത്രേ, ആ ലഖദ് ജാഅക്കും ചെല്ലലാൻ ഒഴിവായിക്കാതാണ്. ഈ മഹാനുഭാവൻ ദിവസേന നമ്മൾ ഈ പറഞ്ഞ ഈ 2 ആയത്ത് രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ഓതുന്നവരായിരുന്നു. അതൊരു ഫിഖ്ഹിയായ തങ്ങൾ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നതായി മഹാനായ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു കണ്ടുനാൻ. ആ സമയത്ത് അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു നാൻ ഹബീബ് റസൂലുള്ളാഹിനോട്, ഈ ഒരു ഭക്ഷണം ഞാൻ ആക്കുകയില്ല എന്ന് ഇബ്നു നബാത്തത്തുൽ അൻഹു എന്തു ചെയ്തു? തീരുമാനിച്ചു. ഇബ്നു നബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു 10 സലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വങ്ങളാണ്. ഞാൻ പറയുന്നു, അല്ലാമ ഷിബിലിയോ ചുംബിക്കാനുള്ള കാരണം റസൂലുള്ള വിശദീകരിച്ചു. ഞാൻ അല്ലാമ ഷിബിലി എല്ലാ ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് ഓതാത്ത ഒരൊറ്റ ഫർള് നിസ്കാരവുമില്ല. അതുകൊണ്ടാണ് ഞാൻ അല്ലാമ ഷിബിലിയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ കാരണമെന്ന് ഹബീബ് തന്നെ നേരിട്ട് പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും നേതാവായ ഇബ്നു ഖയ്യിമിന്റെ ജലാഉൽ അഫ്ഹാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. കാരണം ഇവിടുത്തെ വഹാബിയുടെ നേതാക്കന്മാര് പോലും അംഗീകരിച്ച ഒരു വിഷയമാണിത്. ഇതാർക്കും നിഷേധിക്കപ്പെടാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. ഇബ്നു ഖയ്യിമിന്റെ കിതാബാണ് ജലാഉൽ അഫ്ഹാം. ആ കിതാബിലൊക്കെ ഈ സംഭവം നോക്കിയാൽ കാണാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറെ നല്ല കാര്യങ്ങളുടെ ഒരു പതിവ്, അതൊക്കെയും നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ ബറക്കത്ത് കിട്ടും. പിന്നെ ഈ ലഖദ് ജാഅക്കും വേറൊരു പ്രത്യേകത ഉണ്ട്. അല്ലാഹു തആലാക്കുള്ള അതേ പേരുകൾ റസൂലുള്ളാഹിക്ക് പറഞ്ഞിക്കാൻ അല്ലാഹ്
ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫ് അല്ലാഹുവിന്റെ പേരാ, റഹീം അതും അല്ലാഹുവിന്റെ പേരാ. ആ പേര് ആർക്കണ്ട് വെച്ചിക്കാണ്? റസൂലുള്ളാഹിക്കണ്ട് വെച്ചിക്ക. ഈ ആയത്ത് വലിയ വിശദീകരണ. മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വരുന്നത് റസൂലുള്ളാഹിക്ക് വലിയ വിഷമാണ്. മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് വരുന്നത്, ഒരു വിഷമം, അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ഒരു വിഷമവും ഒരാൾക്കും എത്താതിരിക്കാനുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം നിർദ്ദേശങ്ങൾ നോക്കൂ നിങ്ങൾ. വഴിയിൽ കിടക്കുന്ന ഒരു മുള്ള് അല്ലെങ്കിൽ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു കുപ്പിച്ചില്ല് മാറ്റിയിരുന്നത് കുപ്പിച്ചില്ല് കിടക്കുന്നത് കണ്ടു. ഇനി ബാക്കിൽ കണ്ണ് കാണാത്ത ഒരാൾ വരികയാണെങ്കിൽ ആ കുപ്പിച്ചില്ല് കണ്ണ് കാണാത്തവന്റെ കാലിൽ തറക്കാൻ പാടില്ല. അതുകൊണ്ട് കണ്ടവൻ അത് എടുത്തു മാറ്റുന്നത് ഈമാനിന്റെ ഭാഗമായി റസൂലുള്ള പ്രഖ്യാപിക്കാൻ കാരണം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ എത്തിച്ചേരാതിരിക്കാനാണ്. അല്ലാഹു തആല ഹബീബിനെ സ്നേഹിച്ച റബ്ബേ, ആ ഹബീബിന്റെ മദീന കാണാത്ത എത്രയോ റേഡിയോ ശ്രോതാക്കൾ, ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ, ഒരുപാട്. ഞാൻ എപ്പോഴും പറയാണ്ട് ഈ ക്ലാസ് റൂമിന്റെ സമ്പത്ത് റേഡിയോ ശ്രോതാക്കളാണ്. പലരും വിളിച്ചിട്ട് ഉസ്താദേ ഞങ്ങളിങ്ങനെ ഉസ്താദ് പൂവ് വിടാൻ പറയുമ്പോ പൂവ് വിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലല്ലോ. ശബ്ദം കേൾക്കുന്നവർ എസ് അടിക്കാൻ പറയുമ്പോ എസ് അടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിന് മാർഗമില്ലല്ലോ എന്ന് പറയുന്ന എത്രയോ പാവങ്ങളാവുന്ന നമ്മുടെ KMIC റേഡിയോ ശ്രോതാക്കൾ. അല്ലാഹു തആല എല്ലാവർക്കും ലാപ്ടോപ്പ് വഴിക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്ന് ഒരുപാട് ഐഡിയകൾ നിലനിർത്തി ഈ ക്ലാസ് റൂമിനെ വലിയ ഇസ്സത്തിലാക്കി മാറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ അതെല്ലാം കില്ല പിടിച്ചവർക്ക് ഇനിയും ആ കില്ല പിടിക്കുവാനും ആ പച്ചക്കുബ്ബ കണ്ടാസ്വദിച്ചവർക്ക് ഇനിയും വീണ്ടും കണ്ടാസ്വദിക്കുവാനും അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നമ്മുടെ ശിഹാബ് സവാമ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പുതിയ ഒരു പൊറ്റിക്കൽ ഉണ്ടാവും. സവാമ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മുടെ ക്ലാസ് റൂം ഇങ്ങനെ രാവിലെ മുതൽ മാത്രമാണ് ഒരു 60-65 സ്ത്രീകളുണ്ട്. ഇന്നലെ ഞാൻ അവരോട് ഒരു 3 മസ്അല ചോദിച്ചു. 3 മസ്അല, ഒന്നുമല്ല, നിസ്കാരത്തിലെ 2 മസ്അല, നജസ് വൃത്തിയാക്കുന്നതിൽ 1 മസ്അല. അവർ ഓരോരുത്തരും പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കണം, നിങ്ങളെ സംസാരം ഞാൻ നിർബന്ധമായ ഒരു മസ്അല നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ മുഖത്തേക്ക് തന്നെ നോക്കാനാണ് ഫിഖ്ഹിന്റെ മസ്അല. ഞങ്ങൾ മുഖത്തേക്കൊന്നും ശഅ്വാനത്ത് റളിയല്ലാഹു തആല അൻഹാ എന്ന് പറയണം. ആരെപ്പറ്റി? ഞാൻ പറഞ്ഞത് ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോ BP കൂടി തലയിറ്റ് വീഴുന്ന ഞാൻ പറയുന്നത്. ശഅ്വാനത്തെന്ന് പറയുന്ന സഹോദരി ലോക വ്യഭിചാരിയായിട്ടറിയപ്പെട്ടവനായിരുന്നു. പക്ഷെ ആ ശഅ്വാനത്തിനെ കുറിച്ച് ഇന്ന് വെറും ശഅ്വാനത്തെന്ന് പറയാൻ പറ്റില്ല, ശഅ്വാനത്ത് റളിയല്ലാഹു അൻഹാ എന്ന് പറയണം. നോക്കി നിങ്ങൾ, ലോക വ്യഭിചാരിയായ ഒരു പെണ്ണിനെ കുറിച്ച് ശഅ്വാനത്ത് റളിയല്ലാഹു അൻഹാ എന്ന് പറയണമെങ്കിൽ എവിടെ എത്തണം? എന്തേ കാരണം?
ഈ ശഅ്വാനത്ത് എന്ന് പറയുന്ന സഹോദരി ലോകവ്യഭിചാരിയായി ജീവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരിയുടെ കാലഘട്ടത്തിൽ സാലിഹുൽ മുരി എന്ന് പറയുന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു. വലിയ ആത്മീയജ്ഞാനിയായിരുന്നു സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹുവിന്റെ വഅള് കേട്ടാൽ നന്നാവാത്ത ഒരു മനുഷ്യനില്ല. അങ്ങനെ ശഅ്വാനത്ത് ഈ വ്യഭിചാര പ്രവർത്തനം നടത്തുന്നതിന്റെ അടുത്ത് സാലിഹുൽ മുരി റളിയല്ലാഹു തആല അൻഹു വന്നു. അങ്ങനെ ഈ ശഅ്വാനത്ത് എന്തു ചെയ്തു? ഒരാളെ പറഞ്ഞയച്ചു. ഈ സാലിഹുൽ മുരി എന്ന് പറയുന്ന ഉസ്താദ് നമ്മളെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ വേണ്ടിച്ച് എന്താക്കി? ഈ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. ഈ പറഞ്ഞയച്ചാൽ സാലിഹുൽ മുരി റളിയല്ലാഹു തആലാന്റെ വഅള് കേട്ട് അവിടെ ഇരുന്ന് നന്നായി. ശഅ്വാനത്തിന്റെ ശിങ്കിരിയ, വ്യഭിചാരിയായ ശഅ്വാനത്തിന്റെ ശിങ്കിരിയെയാണ് സാലിഹുൽ മുരിയുടെ സദസ്സിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ PM അയച്ച്, സൗണ്ട് ഇല്ല, പെട്ടെന്ന് ശബ്ദം പോവാന് ദ്വാരക്കണമെന്ന്. ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ശിഫയാവട്ടെ, ആരോട് ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന്. ശബ്ദമൊക്കെ ശരിയായി ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാഹു തആല നല്ല ആഫിയത്തും ആയുസ്സും നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെ ഈ സാലിഹുൽ മുരിന്റെ സദസ്സിലേക്ക് പറഞ്ഞയച്ചാൽ അവിടെ ഇരുന്ന് കാരണം ആ വയല് കേട്ടിട്ട് അധികം തരിച്ചുപോയി. അപ്പൊ രണ്ടാമതൊരാളെ പറഞ്ഞയച്ച് ഈ ശഅ്വാനത്ത്. എന്താ, നമ്മൾ ആ പോയ ആളെ കാണാനില്ലല്ലോ. ഈ രണ്ടാമത് പോയ ആളും ആ സദസ്സ് കുടുങ്ങി, സാലിഹുൽ മുരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വയല് കേട്ടിട്ട്. മൂന്നാമതൊരാളെ പറഞ്ഞയച്ച്, എന്താണ് സാലിഹുൽ മുരി നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, നമ്മൾ ഈ പ്രവർത്തനത്തെ പറ്റി പാല് വെക്കുന്നുണ്ടോ, വ്യഭിചാരത്തെക്കുറിച്ച്. ഈ മൂന്നാമത് പോയ ആളും അവരെ കുടുങ്ങി എന്നുള്ളതാ. ചെല്ലുനോലക്കൽ സാലിഹുൽ മുരിന്റെ വയല് കേട്ട് ചില ആൾക്കാർ KMIC വന്നിട്ട് രാവിലെ 10 മണിക്കൊക്കെയും KMIC ക്ലാസ് കേൾക്കാൻ വന്നിട്ട് എനിക്ക് 1-2 ഐഡിയകൾ എനിക്കറിയാം. ഞാൻ അവർ പേര് പറയരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നടക്കുന്ന നമ്മുടെ ഫിഖിന്റെയും തജ്വീദിന്റെയും ക്ലാസ്സിലേക്ക് വന്ന് വൈകുന്നേരത്ത് ഒച്ചുമ്പലും കേൾക്കാൻ വേറെ പല വൈക്കും പോകുന്നവര്. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമിൽ സ്ഥിരമായി കുറച്ച് ദിവസം ഇരുന്നപ്പോ അതിൽ 10 ഒരാളാണ് നമ്മുടെ ഖാദർ ബാക്കവിനെ ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ കാണാനില്ല. ഒരു മാലക്കുണ്ടാക്കിന് KMIC മാല എന്നൊരു മാലക്കുണ്ടാക്കിന് മുപ്പത് നാത്തു പോയതോ എന്തോന്നൊന്നും എനിക്കറിയില്ല. അതെ, നീ എന്തെങ്കിലും ജോലി തിരക്കുകാരനാണ്. ആ ഖാദർ ബാക്കവി തന്നെ ഒരിക്കൽ മൈക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കൽ അബൂ റയ്യാൻ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എവര് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരുന്നാൽ അതിന്റെ ഒരു ഉപകാരം കിട്ടും. ഞാനത് പരീക്ഷിച്ചാൽ പിന്നെ KMIC സ്ഥിരമായി. അങ്ങനെ വേറെ 1-2 സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർ പേരൊരിക്കലും വെളിപ്പെടുത്തരുത് എന്നോട് പറഞ്ഞതുകൊണ്ട് ഒരു വന്ന സമയത്തൊക്കെയും സുപ്രഭാതത്തിന്റെ പ്രോട്ടക്കം വെച്ചിട്ടേ വന്നേന്. പിന്നെ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഉപകാരം കിട്ടുന്നു കാണുമ്പോ നമ്മൾ അവരത് കൂടും. അപ്പൊ ഞാൻ പറഞ്ഞത് സാലിഹുൽ ഈ ശഅ്വാനത്തിന്റെ ഇത് 3 ആളെ പറഞ്ഞയച്ച് ഈ 3 ആളും അവിടെ കുടുങ്ങി. കാരണം ഈ സാലിഹുൽ മുരി റളിയല്ലാഹുവിന്റെ വയല് കേട്ട് 4-ാമത്തെ പ്രാവശ്യം ശഅ്വാനത്തു തന്നെ സാലിഹുൽ മുരിന്റെ സദസ്സിലേക്ക് പോകുകയാണ്. എന്താണ്, ഞാൻ 3 ആളെ പറഞ്ഞയച്ചു, സാലിഹുൽ മുരി എന്താണ് എന്നെപ്പറ്റി പറയുന്നത് എന്നറിയാൻ. ആ 3 ആളെയും തിരിച്ച് കാണാനില്ല. ഇനി ഞാൻ തന്നെ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ച് സാലിഹുൽ മുരിന്റെ സദസ്സ് പോയി. മഹാനായ സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഉപദേശം കേട്ട് മഹദി ഈ ശഅ്വാനത്ത് ലോക വ്യഭിചാരിയായി അറിയപ്പെടുന്ന സാനിയത്തായി അറിയപ്പെടുന്ന ശഅ്വാനത്ത് സാലിഹുൽ മുരിയുടെ സദസ്സിൽ ബോധം കെട്ട് വീഴുകയാണ്. ആഖിറത്തിലെ ഗൗരവം കേട്ട്, വ്യഭിചാരത്തിന്റെ ഗൗരവം കേട്ട്, നരകത്തിലെ തീയിന്റെ ഗൗരവം കേട്ട് ശഅ്വാനത്ത് ബോധം കെട്ട് വീഴുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ശഅ്വാനത്തെന്ന് പറയുന്ന പെണ്ണിന് ബോധം വരികയാണ്. പക്ഷേ സാലിഹുൽ മുരിക്കറിയില്ല എന്റെ മുമ്പിൽ ബോധം കെട്ട് കിടക്കുന്നത് ലോകവ്യഭിചാരിയായ ശഅ്വാനത്തെന്ന പെണ്ണാണ് എന്റെ മുമ്പിൽ ബോധം കെട്ട് കിടക്കുന്നത് എന്ന് സാലിഹുൽ മുരിക്കും അറിയൂല. അങ്ങനെ ശഅ്വാനത്തിനു ബോധം വന്നു. ശഅ്വാനത്ത് എഴുന്നേറ്റ് സാലിഹുൽ മുരിയോട് ചോദിച്ചു, ഉസ്താദേ, എന്താണ്, എനിക്ക് അള്ളാഹു തൗബ ചെയ്യുമോ?
എന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുമോ എന്ന് ശഅബാനത്ത് സാലിഹുൽ മുരിയോട് ചോദിച്ചപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്നതും എന്നോട് ഈ ചോദിക്കുന്നതും ശഅബാനത്താണെന്ന് ആൾക്കറിയില്ല, സാലിഹുൽ മുരിക്കറിയില്ല. സാലിഹുൽ മുരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഅബാനത്ത് തൗബ ചെയ്താലും റബ്ബ് തആല സ്വീകരിക്കുന്നതാണ്. കാരണം ശഅബാനത്ത് അത്രയും ലോക വ്യഭിചാരിയാണ്. അപ്പൊ എന്താ സാലിഹുൽ മുരിക്ക് അറിയില്ല, ഇന്റെ മുമ്പിലുള്ളത് ശഅബാനത്താണെന്ന് അറിയില്ല. ശഅബാനത്തെന്നൊരു പെണ്ണിനെ കേട്ടിട്ടുണ്ട് അല്ലേ? അവിടെ എത്ര ആൾക്കാരുണ്ട്. നമ്മളെ KMIC ക്ലാസ് എടുക്കുന്ന ഉസ്താദുമാരെ എത്രയോ ശ്രോതാക്കൾ കാണുന്നുണ്ട്, സംസാരം കേൾക്കുന്നുണ്ട് പല സ്ഥലത്തും വെച്ച്. പക്ഷെ കൂട്ടത്തിൽ പിന്നെ എന്നെ മാത്രമാണ് അറിച്ചല്. അള്ളാഹു നെല്ലിക്കുത്തി ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞില്ല, ആ നാമം എനിക്ക് കൈകായി തീരുവതാണ്. വല്ല ഭാഗ്യ, ഭയങ്കര ഭാഗ്യ, ചില്ലറ ഭാഗ്യം എന്നല്ല. എവിടെ ചെന്നിട്ട് അബൂറയ്യാൻ മന്ദിരേനൊന്ന് വിളിച്ചാല് ആരെങ്കിലും ഒരാൾ വരും. അബൂറയ്യാന്റെ ഒച്ചല്ല കേൾക്കുന്നത്, എവിടെന്നെങ്കിലും ഒരാൾ വരാണ്ടാവും. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അക്കാര്യം ഉറപ്പാ. അള്ളാഹു ചെയ്തൊരു ബറക്കത്ത് തന്നെയാണ്. വലിയൊരു ബറക്കത്തായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. നിങ്ങൾ എവിടെ ചെന്നിട്ട് ഒന്ന് മന്ദിരേനൊന്ന് പറഞ്ഞാല് KMIC ശ്രോതാക്കൾക്കറിയാം അബൂറയ്യാന്റെ ഒച്ചല്ല കേൾക്കുന്നത്. മൂപ്പര് എവിടെ കുടുങ്ങിയിട്ട് വരും. അപ്പൊ ഏതായാലും എന്താ, ചില വ്യക്തികളെ നമുക്കറിയാം. എന്റെ മുമ്പ് കൂടെ ഇപ്പൊ KMIC ക്ലാസ് എടുക്കുന്ന അബൂ സിനാൻ ഉസ്താദാണ് ഈ പോകുന്നത്, അല്ലെങ്കിൽ ബാബു ഉസ്താദാണ് ഈ പോകുന്നത്. അത് പലർക്കും അറിയാം. പക്ഷെ നമുക്ക് അറിയുന്നില്ല ഇതാണ് ഈ ആളെന്ന്. എന്നതുപോലെ സാലിഹുൽ മുരി റളിയല്ലാഹു തആല അൻഹുവിന് അറിയില്ല അത് ശഅബാനത്താണ്. പക്ഷെ മഹാനായ സാലിഹുൽ മുരി ഈ പെണ്ണ് തൗബ ആർക്കും ലഭിക്കും എന്നറിയാൻ വേണ്ടി അന്ന് ഏറ്റവും ദുർമാർഗിയായി, വ്യഭിചാരിയായി, തമ്മാടിയായി ലോകത്തറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, അത് ശഅബാനത്ത് മാത്ര. അപ്പൊ ശഅബാനത്തിന് പോലും തൗബണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അനക്ക് തൗബല്ലാതിരിക്കോന്ന് തോന്നിക്കോത്തേച്ചിട്ട് പറഞ്ഞതാണ്. ഇത് ശഅബാനത്താണെന്ന് സാലിഹുൽ മുരിക്കറിയില്ല. മഹാനായ സാലിഹുൽ മുരി പറഞ്ഞു, ശഅബാനത്ത് തൗബ ചെയ്താലും അള്ളാഹു തൗബ സ്വീകരിക്കുന്നതാണ്. ആ സമയത്ത് ശഅബാനത്ത് പറഞ്ഞു, ഉസ്താദേ, ആ ശഅബാനത്ത് ഞാനാകുന്നു വലിയ മഹദിയായി. ഇന്ന് കിതാബുകളിൽ ശഅബാനത്തിനെ ചർച്ച ചെയ്യുന്നത് മഹദിയായ ശഅബാനത്ത് റളിയല്ലാഹു തആല അൻഹ എന്നാണ്. എന്തേ കാരണം? ഒരു ചെറിയ ഉപദേശമാണ് ശഅബാനത്തിന്റെ മനസ്സ് മാറ്റിയത്. അല്ലാഹു തആല ഉപദേശം ഖൽബിൽ ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മഹാനായ ഹസൻ ബസ്രി അല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, നാഫിയായ ഇൽമിന്റെ അടയാളം എന്താണ് അറിയങ്ങള്? കുറെ പേജ് നമ്പർ പറച്ചിലൊന്നുമല്ല, കുറെ ഇങ്ങനെ ഇബാദത്ത് വായിക്കലൊന്നുമല്ല. നാഫിയായ ഇൽമിന്റെ അടയാളം േണ്ടതാണ്. ഇത് ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. ഇത് എന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഈ തോന്നൽ കേൾക്കുന്നവർക്ക് വരുന്നുണ്ടോ? പറയുന്ന ഇൽമു നാഫിയാണ് എന്നതിന്റെ അടയാളമാണ് എന്നാണ്. അതാണല്ലോ മഹാനായ OK ഉസ്താദിന്റെ ഒരു ബറക്കത്ത്. മഹാനായ OK ഉസ്താദിന്റെ അടുക്ക ഒരു രോഗി വന്ന് ഒരുപാട് ചികിത്സ ആവശ്യപ്പെട്ടു. പല മരുന്നും മഹാനായ OK ഉസ്താദ് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഒരു മരുന്ന് കൊണ്ടും ഈ രോഗിയുടെ വയറുവേദന മാറുന്നില്ല. അവസാനം മഹാനായ OK ഉസ്താദ് പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ഇൽമ് നീ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ ഇയാളെ രോഗം മാറ്റിക്കൊടുക്കണേ. അതോടുകൂടെ അയാളെ രോഗം മാറുകയാണ്. മഹാനായ OK ഉസ്താദ് വെല്ലൂര് ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടത്തെ ഉസ്താദന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതോ അന്റെ ഇൽമ് അല്ലാഹ് സ്വീകരിക്കുന്നു. ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാങ്ക് കൊടുത്തതിന്റെ ചെന്ന് പറഞ്ഞു പൂർത്തിയാക്കേണ്ടതുണ്ട്. കരീം ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്കയിലേക്ക് വരിക. 2 മിനിറ്റ് ചെയ്യുന്നത് ചില ഉപദേശങ്ങള് പലവർക്കും ഉപകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട KMIC ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ സന്ദേശം ഏതെങ്കിലും നിലക്ക് ഒരാളെങ്കിലും നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ച് ഒരാള് നന്നാവാൻ നമ്മുടെ ആ ഒരു ശ്രമം കാരണമായാൽ ശഅബാനത്തിന്റെ ആ ഒരു തൗബയുടെ കൂട്ടം പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരാൾക്കൊരു നന്മ വിചാരം, നല്ല വിചാരം വീണ്ടെടുക്കാൻ
ഈ നമ്മുടെ ആ ഒരു ശ്രമം കാരണമായാൽ, ഒരു ഇൻവൈറ്റ് കാരണമായാൽ, ഒരു KMICയുടെ റേഡിയോ ശരിയാക്കി കൊടുക്കൽ കാരണമായാൽ അത് ഉപകരിക്കും. അല്ലാഹു തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നാഫിയായ ഇൽമുകളിൽ പെടുത്തി നാഫിയായ ഇൽമിന്റെ പ്രചാരകരായതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നാളെ ഖബറിൽ ആ മനുഷ്യൻ മരിച്ചാലും മുറിയാത്ത 3 അമല്, ഒന്ന് സ്വാലിഹായ സന്താനം, മറ്റൊന്ന് ജാരിയായ സദക്ക, മറ്റൊന്ന് ഉപകാരപ്രദമായ വിജ്ഞാനം. നമ്മുടെ KMICയിൽ പറയുന്നതും കേൾക്കുന്നതും നമ്മൾ പ്രചരിപ്പിക്കുന്നതൊക്കെയും ആ നാഫിയായ ഇൽമിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബാങ്ക് കൊടുത്തത് കൊണ്ടും ശിഹാബ് സവാം പറഞ്ഞ മാതിരി മറ്റൊരു പറഞ്ഞില്ല, ചില സഹോദരിമാരോടൊക്കെ നമ്മൾ നേരിട്ട് ചോദിക്കുമ്പോൾ അവർക്കതൊരു പുതുതായിട്ട് കേൾക്കുന്ന മാതിരി തോന്നിപ്പോവുക. മസലയ്ക്ക് പുതുതായിട്ട് കേക്ക് എത്രയോ കാലായിട്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സഹോദരിമാര് ചില നമ്മൾ ജീവിതത്തിൽ ദൈനംദിനം ജീവിതത്തിൽ ചിന്തിക്കേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട മസാലകളൊക്കെ ചെന്ന് ചില ഗ്രാമങ്ങൾ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സിന് ചെന്നിട്ട് നിങ്ങളെ എങ്ങനെയാണ് ആ മസാല മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് ഉത്തരം വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു തൃപ്തിയാണ്, വലിയ സന്തോഷ. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ സംഘടിപ്പം നല്ല ശബ്ദം പോവാൻ കാരണമൊന്നുമല്ല, ഞങ്ങൾ ക്ലാസ്സൊക്കെ തുടങ്ങിയ ഒരു പുതിയ മൈക്കസെറ്റൊക്കെ അവിടെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മൈക്കസെറ്റ് വാങ്ങിയത് കൈകാര്യം ചെയ്യാൻ അവിടെ ഉള്ള ഉസ്താദുമാർക്ക് അറിയില്ല. ഓലൈമ കുറെ തിരിപ്പലിച്ച് അതിങ്ങനെ ഒച്ചയും വിളിയൊക്കെ ആയി. അപ്പൊ പിന്നെ ആ ഒച്ചയും വിളിയും കാരണം മൈക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തൽക്കാലം ഇങ്ങനെ ആ മൈക്കണ്ട് ഓണാക്കി ഞാൻ ഉള്ള ഒച്ചേറ്റൊന്ന് നോക്കട്ടെ എന്നാണ്. പുതിയ സ്ഥലത്തേക്ക് ചെല്ലല്ലോ, പക്ഷെ ആ ഒച്ചെത്താലും ഒരു 10-15 സഹോദരിമാരുടെ അസറുമുള്ള നിസ്കാരം ഓക്കെ ആയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ തന്നെ പറയത്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ക്ലാസ്, അസറ് മുതൽ ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു 2 മണി പ്പന്മാരും സഹോദരിമാരും വൈകുന്നേര സമയത്തൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പല വച്ചിമ്പുലി നടക്കും, പല വച്ചിമ്പുലി. ഇനി അവിടെ ആ റൂമിൽ ആകാശം പൊളിഞ്ഞാടിയത്രേ, അത് പൊളിഞ്ഞാടിക്കോട്ടേനത് വെച്ചാൽ മതി. ഞാൻ എന്റെ കാര്യമാണ്. അവിടെ ആ റൂമിൽ ആകാശം പൊളിഞ്ഞാടിയത്രേ നിങ്ങളിത് കേട്ടാൽ അതാണ് പൊളിഞ്ഞാടിക്കോട്ടെ. ഇനി എങ്ങനെ ഇപ്പൊ ഈ ആകാശം പൊളിഞ്ഞാടലിന് പോയോക്കാൻ നിന്നാല് ഇവരെന്താ സംഭവിക്കുക? ശഅബാനത്തിന് സംഭവിച്ചത് തൗബേന് കിട്ടിയത്. ശഅബാനത്തിന് തൗബ കിട്ടി. അതുകൊണ്ട് ചിലപ്പം അങ്ങനത്തെ ദുഷിച്ച ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോ നമ്മൾ നേടിയെടുത്ത ഒരു ഈമാൻ അത് നമുക്കത് നഷ്ടപ്പെടുകയാണ്. കാരണം ഞാൻ ഇന്നലെ രാവിലെ തുടക്കം കുറിച്ചൊരു വിഷയമാണ്. നമ്മുടെ ഖൽബ് ദുഷിപ്പിക്കാൻ ഇബ്ലീസിന് പല മാർഗമുണ്ട്. അതിലൊരു മാർഗാണ് ഒരു മുസ്ലിമിനെ കുറിച്ച് ചീത്തയായ ധാരണ നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഇന്ന് ഓൺലൈൻ പല ക്ലാസ് കൊണ്ടും ഉണ്ടായിത്തീരുന്നത് ഓരോരുത്തരെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ ഖൽബിലേക്ക് ഇറക്കി വിടാനുള്ള ശ്രമങ്ങളിലൂടെ ഇബ്ലീസ് വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് KMICയുടെ ശ്രോതാക്കൾ എന്നും എല്ലാ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് പല സമയത്തും എല്ലാ ഉസ്താദന്മാരും പറയുന്നത് പോലെ ഇതിങ്ങനെ കേട്ട് പലർക്കും തഴമ്പ് പൊറ്റിക്കുന്നു. ഇതെന്നല്ല എപ്പോഴും പറച്ചലാണ്. ആയിക്കോട്ടെ, അതിപ്പോ എനിക്ക് പറയാനുള്ളത് രാവിലെ തൊലിക, ഉച്ചക്കൽ തൊലിക, രാത്രിയൊക്കെയും കൊടുക്കണം. അല്ലാഹു തആല നല്ല നിലയിൽ നമ്മെ ജീവിച്ചു മരിക്കാൻ ഈ സ്വാലിഹീങ്ങളോടുള്ള ബന്ധം നാളെ സ്വർഗീയ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു കാത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ഏതായാലും മൈക്ക് ഊതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.